ഗായ്സ്, ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കാർ മ്യൂസിയം കാണാനാണ് കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് പോകുന്ന ഹൈവേയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ബിൽഡിംഗ് കണ്ടോ? ഇത് കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ MRF ടയറിൻ്റെ ലോഗോ പോലെയാണ് തോന്നിയത്. ഇതിൻ്റെ പേര് പയ്യന കാർ മ്യൂസിയം എന്നാണ്. പയ്യനയുടെ മീനിങ് ഒന്നും ചോദിക്കല്ലോ കേട്ടോ, എനിക്കറിഞ്ഞൂടാ. ഇവിടെ വിൻറ്റേജ് കാറുകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട്. ഇവിടുത്തെ ടിക്കറ്റ് ചാർജാണ് എന്നെ ശരിക്കും ഞെട്ടിച്ചത്. വെറും 50 രൂപ മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ. വാഹനങ്ങളുടെ ചരിത്രം ആരംഭിക്കുന്നത് വീലുകളിൽ കൂടെ ആണല്ലോ. അതുകൊണ്ട് ഇവിടെ ആദ്യം തന്നെ വെച്ചിരിക്കുന്നത് പല കാലഘട്ടങ്ങളിൽ യൂസ് ചെയ്തിരുന്ന വീലുകളാണ്. വീലുകളുടെ ഒരു എവല്യൂഷനാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഒരു കാറിൻ്റെ മെയിനായിട്ടുള്ള പാർട്സുകളാണ് കേട്ടോ. ഇവിടെ കാർബറേറ്റർ, ഡൈനാമോ എല്ലാം നമുക്ക് കാണാം. പിന്നെ കാറിൻ്റെ ഒരു ഫുൾ സ്ട്രക്ചറും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പഴയ കാലഘട്ടങ്ങളിൽ യൂസ് ചെയ്തിരുന്ന പാർട്സുകളാണ്. പിന്നെ നമ്മുടെ ടാറ്റോ നാനോ കാറിൻ്റെ ഒരു ട്വിൻ സിലിണ്ടർ എഞ്ചിനും ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് ഈ മ്യൂസിയത്തിൽ ആദ്യം വെച്ചേക്കുന്നത്. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് വണ്ടികളുടെ നീണ്ട നിര തന്നെ കാണുക കേട്ടോ. എല്ലാം പോളിഷൊക്കെ ചെയ്ത് വെച്ചേക്കുവാണേ. എന്തായാലും വർക്കിംഗ് കണ്ടീഷൻ ആവില്ല. ഇവിടെ കുറേ 2 വീലേഴ്സ് നിരന്നിരിപ്പുണ്ട്. M80 മുതൽ ബുള്ളറ്റ് വരെ ഉണ്ട് ഇതിൽ. 90s കിഡ്സ് കാണാത്ത വണ്ടികൾ ഇതിൽ 1 or 2 ഉള്ളായിരുന്നു. അതിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമല്ലോ അല്ലേ? 90s കിഡ്സിനെല്ലാം പ്രായമായിരിക്കുന്നു. എന്തായാലും ഇതിൽ നിങ്ങൾ ഓടിച്ച വണ്ടികൾ വല്ലതും കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇവിടെ ഏകദേശം 100ൻ്റെ അടുത്ത് വണ്ടികൾ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. പറഞ്ഞു കേട്ടത് സത്യമെന്ന് വിശ്വസിച്ച് ഞാൻ എണ്ണി നോക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ. 2 ഫ്ലോറിലായിട്ടാണ് ഇവർ ഈ മ്യൂസിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. നിങ്ങൾക്കത് വീഡിയോയിൽ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾ കണ്ടു കാണും. ഷെവർലെറ്റിൻ്റെ ഇംപാല എന്ന മോഡലാണിത് കേട്ടോ. ആ മൂവിയിൽ മാത്രമല്ല വേറെയും ഓൾഡ് മൂവീസിലൊക്കെ ഈ കാർ നമുക്ക് കാണാം. ഇവരുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ കുറേ വേറെ ലെവൽ വണ്ടികളുണ്ട്. ഗാന്ധിജി കർണാടകയിൽ ഉണ്ടായിരുന്ന സമയത്ത് യൂസ് ചെയ്തിരുന്ന കാർ മുതൽ മിലിറ്ററി ട്രക്ക് വരെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ മിലിറ്ററി ട്രക്ക്. നല്ല വലുപ്പമാണ് ഇതിന് കേട്ടോ. ഈ വീഡിയോയിൽ വലുപ്പം കറക്റ്റായിട്ട് അറിയാമോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. ഒരു ടയറിന് തന്നെ ഒരാളുടെ വലുപ്പമുണ്ട്. ഇത് നമ്മുടെ സ്വന്തം അംബാസഡർ കാറാണ് ഈ പൊളിച്ചു തൂക്കിയിട്ടേക്കുന്നത്. ഇത് കണ്ടപ്പോൾ ഗ്രാൻഡ് ടൂറിസമോ മൂവിയിലെ ഒരു ട്രാൻസ്ഫോർമേഷൻ സീൻ ഉണ്ട്, അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഏറ്റവും ലാസ്റ്റിൽ മഞ്ജുഷ മ്യൂസിയം എന്ന പേരുള്ള വേറൊരു മ്യൂസിയം ഉണ്ട്. ഇവിടെ കാറല്ല കേട്ടോ, വേറെ പല ആൻറ്റിക് ആയിട്ടുള്ള ഐറ്റംസാണ് ഇരിക്കുന്നത്. പഴയ കാലത്തെ ക്യാമറ, ഗണ്ണ്, പ്രൊജക്ടർ, ഇങ്ങനെ കുറേ ഐറ്റംസാണ് നമുക്കിവിടെ മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ വിസിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഇനി അടുത്ത് പോകുന്നത് നേരെ മൈസൂരിലോട്ടാണ് കേട്ടോ. അവിടുത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് പുറകെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.